നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം അതായത് SIT ഉറക്കമുണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട്. എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പഴുതടച്ച കേസ് ഡയറി പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. എത്രത്തോളം പഴുതടച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കത് പുറത്തു വന്നതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കേരളമാകെ കോളിളക്കമുണ്ടാക്കിയ കേസിൽ ADMന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് സ്ഥാപിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കൊലപാതകമാണെന്ന സാധ്യത പരിഗണിക്കാതെയാണ് കേസ് ഡയറി തയ്യാറാക്കിയതെന്നാണ് ചില മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേസ് ഡയറി ഡിസംബർ 3-നാണ്, അതായത് ഇന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നത്. അന്വേഷണ സംഘത്തിലെ SP TK രത്നകുമാർ, ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി തുടങ്ങിയവർ ഇതിനായി എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ഡിസംബർ 6-ാം തീയതിക്കകം കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് 6-ാം തീയതിക്ക് മുൻപായിട്ട് 3 ദിവസം മുൻപാണ് ഇപ്പോൾ കേസ് ഡയറി ഹാജരാക്കാനായിട്ട് SIT തീരുമാനിക്കുന്നത്. 6-ാം തീയതി കോടതി കേസ് പരിഗണിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ കളക്ടർ അരുൺ K വിജയനെ വീണ്ടും ചോദ്യം ചെയ്തതുൾപ്പെടെ ധൃതിപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. നവീൻ ബാബു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയതായി പറയുന്ന മുനീശ്വരൻ കോവിൽ പരിസരത്തെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹത തുടരുന്നതിനാലാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നാണ് കുടുംബം കോടതിയിൽ ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടപടികളടക്കം വളരെ വേഗത്തിലാക്കിയതും കുടുംബം ചോദ്യം ചെയ്യുന്നുണ്ട്. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും കുടുംബം ആരോപിച്ചത്. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 3 തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം. വൈകുന്നേരം മുനീശ്വരൻ കോവിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയത് ഒരു ഓട്ടോയിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 വരെ ഇരുന്നും ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി. നവീൻ സഞ്ചരിച്ച ഈ 3 ഓട്ടോക്കാരെയും കണ്ടെത്തിയോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഈ 3 പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ? 3 തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല? ഇവിടെയാണ് ദുരൂഹത സംശയിക്കേണ്ടത്. ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത താക്കോൽ പോലും ഏൽപ്പിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല? താക്കോൽ എവിടെ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായി സൂചനയില്ല. പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ്. അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല. അതിനുള്ള ഉത്തരമെല്ലാം ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി പൂർത്തീകരിക്കേണ്ട നടപടികളാണ് അന്വേഷണ സംഘം നിലവിൽ പൂർത്തിയാക്കിയത്. ഒക്ടോബർ 17-നാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. അതിനിടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തിങ്കളാഴ്ച രാവിലെ 10:30-യോടെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായിരുന്നു. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ മുൻപാകെയാണ് ഒപ്പിട്ടത്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് നവീൻ ബാബുവിന്റെ സഹധർമ്മിണി മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. CBI അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെയും CBIയുടെയും നിലപാട് ഹൈക്കോടതി തേടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കേസ് ഡയറി ഹാജരാക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണെന്നാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ CPM സർക്കാരും CBI അന്വേഷണത്തെ കുടുംബത്തിന്റെ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് യോജിപ്പില്ലെന്ന് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. കൈക്കൂലി ആരോപണ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന വിവരാവകാശ ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ചോദ്യത്തിൽ കൃത്യമായ കാലയളവ് പറയാതെ മറുപടി നൽകാനാകില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ ചോദ്യത്തിന് മറുപടി ലഭിച്ചത്. പ്രശാന്തിന്റെ പരാതിയിലെ തീയതി രേഖപ്പെടുത്തി വീണ്ടും അപേക്ഷ നൽകുമെന്ന് ഖാദർ അറിയിച്ചു. ADM നവീൻ ബാബു ജീവനൊടുക്കാനുണ്ടായ വിവാദ പ്രസംഗത്തെ തുടർന്ന് പാർട്ടി തരം താഴ്ത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. പൊതുപ്രവർത്തനത്തിന്റെ സൈഡ് ബെഞ്ചിലാണ് ഇപ്പോൾ ദിവ്യ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന അവർ തന്റെ പിൻഗാമിയായി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്
രത്നകുമാരിക്ക് ആശംസ നേർന്ന് കഴിഞ്ഞ 14-നാണ് അവസാനമായി ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. ഏറ്റവും അടുപ്പമുള്ളവരുടെ ഫോൺ കോളിനോട് മാത്രമാണ് പ്രതികരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയിലെ ഉപാധി അനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ മാത്രമാണ് ചെറുകുന്ന് ഇരിണാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പി ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ ADMന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചുവെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ വെണ്ണപ്പാളി പോലെ പുറമെ മാത്രമാണ് അന്വേഷണം. അതേസമയം ADMനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട്. നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കി കേസ് തേച്ചുമായ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് എന്നും ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സത്യം പുറത്തുവരാൻ CBI അന്വേഷണം തേടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്.